ഒരു പാട്ടുകാരനോ ഒരു പാട്ടുകാരിയാണോ നിങ്ങൾ? ശരിയായിട്ടുള്ള രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിനെ കെയർ ചെയ്യുന്നത്? എന്തെല്ലാമാണ് ആസ് എ സിംഗർ നമ്മൾ നമ്മുടെ സൗണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് നമ്മുടെ വോക്കൽ കോഡ്സ് ഹൈഡ്രേറ്റഡ് ആയാൽ മാത്രമാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള വോയിസ് നമുക്ക് കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ടിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഒരു പെർഫോമൻസോ അല്ലെങ്കിൽ സ്റ്റേജിൽ പാടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ തലേദിവസം തൊട്ട് കംപ്ലീറ്റ്ലി ഡയറി ഐറ്റംസ്, അതുപോലെ എണ്ണമയമുള്ള ഫുഡ് ഐറ്റംസ്, എരിവുള്ള ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ത്രോട്ടിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് കഫീൻ, കാപ്പി, ചായ, പിന്നെ അതുപോലെ ആൽക്കഹോൾ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് നമ്മുടെ ത്രോട്ടിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം നല്ല വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പോലുള്ള ഐറ്റംസ് കഴിക്കാം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ വോക്കൽ കോഡ്സിന് നല്ല റെസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നന്നായിട്ട് വോക്കൽ റെസ്റ്റ് കൊടുക്കുക. അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക, ഷൗട്ട് ചെയ്യാതിരിക്കുക, വിസ്പറിങ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വോക്കൽ കോഡ്സിന് അത്ര നല്ലതല്ല, ഒരുപാട് ഷൗട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വോക്കൽ റെസ്റ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വോക്കൽ കോഡ്സിന് വാമപ്പ് കൊടുത്തതിന് ശേഷം മാത്രം ഒരു പാട്ട് പാടാനായിട്ട് ശ്രമിക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു വോക്കൽ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം പാടാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസോ അങ്ങനെ മറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബാക്ക് സ്റ്റേജിലിരുന്ന് നന്നായിട്ട് നമ്മുടെ വോയിസിന് ചെറിയൊരു വാമപ്പ് കൊടുത്തതിന് ശേഷം മാത്രം പാടാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലിപ് ത്രിൽസ്, ടങ് ട്രിൽസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്രുതി ഓണാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിച്ച് ഓണാക്കിയിട്ട് സാ പാ സാ, ഈ 3 നോട്ടുകൾ, അതായത് താഴത്തെ ലോവർ ഒക്ടേവിലുള്ള സ, മിഡിൽ ഒക്ടേവിലുള്ള പ, ഹയർ ഒക്ടേവിലുള്ള സ, ഇത് 3 പാടിയിട്ട് നമ്മുടെ വോക്കൽ കോഡ്സിന് ചെറിയൊരു വാമപ്പ് കൊടുക്കാം.